ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ട് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോസിറ്റീവ് എനർജി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ എടുക്കുകയാണ്. ഇത് ഞാനങ്ങനെ വലിയ ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നും വന്ന് പറയുന്നതല്ല കേട്ടോ. ഞാനിത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. ഇത് ഏറ്റവും അത്യാവശ്യം നമുക്ക് ഈ പോസിറ്റീവ് എനർജി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കിയിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് രാവിലെ എഴുന്നേൽക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഒരുപാട് ലേറ്റാവുകയും ചെയ്യരുത്. ഒരു സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് നേരെ ഓടിപ്പോയി അപ്പോൾ തന്നെ മൊബൈലെടുത്ത് നോക്കരുത്. മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത കേൾക്കുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ പോസിറ്റീവ് എനർജി അതോടുകൂടി പോകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തി നാമം ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ല കൃഷി പൂന്തോട്ടം അതൊക്കെ ഇഷ്ടമുള്ളവർ മുറ്റത്തോട്ടിറങ്ങി സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ ഒന്ന് കാണുക. അതിനുശേഷം ചെടിയുടെ പുല്ലൊക്കെ പറിച്ച് കളയുകയോ ചെടി വെട്ടി നടുകയോ അങ്ങനെയൊക്കെ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് മൈൻഡ് ഫ്രഷ് ആവുകയും ചെയ്യും. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അല്ല ഈ മൊബൈൽ പെട്ടെന്നെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ കുറേ നേരം അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ സമയവും പോകും, എല്ലാം പോവുകയും ചെയ്യും. അതിൽ കാണുന്ന എല്ലാ വാർത്തകളും നല്ലതായിരിക്കണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ട് അധികം കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഈ നെഗറ്റീവ് എപ്പോഴും അവർ പറയുന്നത് കേൾക്കുന്നവർക്ക് നമ്മളും അങ്ങ് ഉള്ള എനർജിയും കൂടെ നമ്മുടെയും കൂടെ പോകും. നമ്മൾ ഇച്ചിരി പോസിറ്റീവ് എനർജി സംസാരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി നെഗറ്റീവ് എനർജി കൂടി നിന്നാലും പെട്ടെന്ന് അത് നമുക്കങ്ങ് മാറും. എന്തെങ്കിലും തമാശ പറയുമോ ചിരിക്കുമോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല എപ്പോഴും എനിക്ക് വയ്യ, എനിക്കിങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ട് ഞാൻ എന്നും ഇങ്ങനെ കിടക്കാനാണ് എനിക്ക് എന്നും ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുമായിട്ട് അധികം അങ്ങോട്ട് എന്നാൽ കേൾക്കേണ്ടി വരും നമുക്ക്. അതും കേൾക്കേണ്ടി വരും. എല്ലാം പോസിറ്റീവ് കാര്യം മാത്രമല്ലല്ലോ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോഴും നമ്മൾ എന്താണ് അത് കുറച്ച് കേൾക്കുക, കേട്ടിട്ട് അത് അന്നേരം അവിടെ അങ്ങ് കളയുക. അത് പിന്നെ നമ്മൾ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വരാൻ നിൽക്കരുത്. വീട്ടിലെടുക്കാൻ അത് വീട്ടിലുള്ളവർ പറയുകയാണെങ്കിൽ പോലും അതധികം കേൾക്കാൻ നിൽക്കുന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതേസമയം പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതാണ് നല്ലത്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ചിലർക്ക് തയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ തയ്ക്കുക. പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ പടം വരയ്ക്കുക. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുക. അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ രാവിലെ പാട്ടൊക്കെ വെച്ച് കേൾക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ പാട്ടൊക്കെ ഇട്ട് കേട്ടുകൊണ്ട് നിന്ന് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി പോസിറ്റീവ് എനർജി കൂടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അന്നേരം നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എത്ര ദുഃഖിച്ചിരുന്നാലും എത്ര സന്തോഷിച്ചിരുന്നാലും ദുഃഖിച്ചിരുന്നാലും നമുക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അതിനിപ്പം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് എന്തോരം വരുമെന്ന് ഓർത്ത് ഇപ്പോഴേ ഇങ്ങനെ വിഷമിച്ച് അയ്യോ എനിക്കങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു സംഭവത്തെ ഓർത്ത് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് കരുതിയിരുന്നിട്ടും കാര്യമില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് എങ്ങനെയൊക്കെ നന്നായി നമ്മൾ സന്തോഷിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കിയൊക്കെ ദൈവം എങ്ങനെയൊക്കെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടോ അതുപോലെ വരത്തുള്ളൂ. അല്ലാതെ അത് ഇനി ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കുറേ ദൈവത്തെ എപ്പോഴും പോയി തൊഴുന്ന അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ, അത് ദൈവം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിരിക്കും. അതിന് ഇനിയിപ്പോൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായി നല്ലത് വരും, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഒരു ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അത് ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ഇനി അടുത്ത നിമിഷം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇരിക്കരുത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഒരു പ്രഷറുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും ആ എനിക്ക് പ്രഷർ കൂടുമോ, കൊളസ്ട്രോൾ കൂടുമോ, ഷുഗർ കൂടും ഇങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കുകയേ ചെയ്യരുത്.
പ്രഷർ വരട്ടെ, കൂടട്ടെ, കുറയാൻ ഗുളിക കഴിച്ച് കുറയ്ക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലല്ലേ, ശരീരം എന്ന് പറയുന്നത് നശിച്ചു കൊണ്ട സാധനം, അത് എപ്പോഴായാലും അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ എപ്പോഴും ഓരോ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടുന്ന അത്യാവശ്യപ്പെട്ട കാര്യം. പിന്നീട് അത്യാവശ്യം വേണ്ടത് നമുക്ക് ജീവിതത്തിലൊരു ലക്ഷ്യം വേണം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനാണ് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് സാമൂഹ്യ പ്രവർത്തനം ഭയങ്കര ഇഷ്ടമായിരിക്കും, രാഷ്ട്രീയ പ്രവർത്തനം ഇഷ്ടമുള്ളവരുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യുക. അതൊക്കെ അതിനകത്തൊക്കെ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കണം. ഇപ്പം പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവർ പാചകം ചെയ്യുമോ, അല്ല പിന്നെ പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാടി അതിന് പുറത്തോട്ടൊക്കെ പാടാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ മടിച്ച് കിടന്ന് കട്ടിലേ തന്നെ കിടന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റ് അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെയും വയ്യ എന്ന് പറഞ്ഞ് കിടക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ നെഗറ്റീവ് എനർജി ഒരുപാട് കൂടും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. അങ്ങോട്ടിറങ്ങുമോ ഇങ്ങോട്ടിറങ്ങുമോ, കയറുകയോ ഇരിക്കുകയോ ചിരിക്കുകയോ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയോ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തരാതിരിക്കത്തില്ലല്ലോ, അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം, അല്ലാതെ ഉറങ്ങിയിരിക്കാനുള്ള ഒരു ഇടവരുത്തരുത്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അങ്ങനെ പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രം ചെയ്യുക. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളിപ്പോൾ നമ്മളോട് ഒരാൾ സംസാരിക്കുക ഇങ്ങോട്ട് വന്നു, അവരോട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവർ വിഷമിച്ച് കരഞ്ഞ് പോകുന്നതിനേക്കാൾ എന്ത് നല്ലത് നമ്മുടെ അടുത്ത് ഇച്ചിരി നേരം സംസാരിച്ച് ചിരിച്ചുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്. ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കഴിവതും എനിക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും ഞാനിപ്പോൾ ആരുമായിട്ട് സംസാരിച്ചാലും ഞാൻ അവരെ എങ്ങനെയെങ്കിലും ചിരിപ്പിക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ അവരെ കരയിപ്പിച്ചു വിടാനൊന്നും, കരയിപ്പിക്കുകയും നമ്മുടെ സങ്കടം അവരോട് പറഞ്ഞ് അവരും കൂടെ വിഷമിക്കാൻ ഇതൊന്നും ഇടവരുത്തരുത്. ഇതൊക്കെ നമുക്ക് അത് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ പറയുക. അങ്ങനെ കുറേ ആൾക്കാർ നമുക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും എനിക്ക് സന്തോഷം തരുന്ന ഒരാളെ വിളിക്കുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യും. അപ്പോഴേ നമ്മുടെ ആ വിഷമം അങ്ങ് മാറും. അല്ലാതെ ഇതിങ്ങനെ മനസ്സിൽ വെച്ചിരുന്ന് ഊതി വീർപ്പിച്ച് പിന്നെ അതൊരു അസുഖമായി അതിലൊന്നും ഒരു കാര്യമില്ല, ഡിപ്രഷൻ ആവാന്നല്ലാതെ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉള്ള സമയത്ത് സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. അല്ലാതെ ഉറക്കം തൂങ്ങി അലസന്മാരായി മാറാതിരിക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പാട്ടെങ്കിലും കേട്ടോണ്ടിരിക്കണം. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, കരയാൻ തോന്നുമ്പോൾ കരയുക, അത്രയേ ഉള്ളൂ. ഇത് ഒരു വികാരങ്ങളും നമ്മളിങ്ങനെ അടക്കി പിടിച്ച് വെക്കാൻ പാടില്ല. എല്ലാം ദൈവം തന്നേക്കുന്നത് വികാരങ്ങളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാനാണ്. അല്ലാതെ ഇതൊന്നും ചിലരുണ്ട് ചിരി വന്നാലും ചിരിക്കത്തില്ല, ഇങ്ങനെ ചിരിക്കും, കരച്ചിൽ വന്നാലും കരയത്തില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. ചിരി വന്നാൽ ചിരിക്കണം, കരച്ചിൽ വന്നാൽ കരയണം, ദേഷ്യപ്പെടാൻ തോന്നിയാൽ ദേഷ്യപ്പെടണം. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. വീഡിയോ വളരെ ലെങ്തായി പോകുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു സബ്ജക്റ്റുമായി നാളെ കാണാം. ബൈ.